ഖീല ദഖുലിൽ ജന്ന, ഈ ഖീലക്ക് അല്ലാഹു ഒരു ഖാല മറുപടി വേറെ പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, എന്റെ രക്ഷിതാവ് അല്ലാഹു ആണെന്ന് പറഞ്ഞവർ, സുമ്മസ്തഖാമു, എന്നിട്ട് നേർവഴിയിൽ ജീവിക്കുകയും ചെയ്യുന്നവർ, തതനസ്സലു അലൈഹിമുൽ മലായിക, അല്ലാഹുവിന്റെ മലക്കുകൾ അവരിലേക്ക് ഇറങ്ങി വരും. മരിക്കുന്ന സമയത്ത് ആരൊക്കെയാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ചത്, ഇസ്തഖാമു, നേരായ വഴിയിൽ ജീവിക്കുകയും ചെയ്താൽ, തതനസ്സലു അലൈഹിമുൽ മലായിക, അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരും. അവർ പറയുന്ന വാക്കെന്താ? അല്ലാ തഖാഫു, നിങ്ങൾ പേടിക്കല്ലിൻ, വലാ തഹ്സനു, നിങ്ങൾ സങ്കടപ്പെടല്ലിൻ, വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ, അല്ലാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത സ്വർഗ്ഗം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും, സന്തോഷിച്ചോളൂ, നിങ്ങൾ സ്വർഗ്ഗത്തിലേക്കാണ് എന്ന് മാലാഖമാർ മരിക്കാൻ പോകുന്ന സത്യവിശ്വാസിയോട് പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ. എത്രയോ മഹത്തുക്കൾ, എത്രയോ ആളുകളെ സംബന്ധിച്ച് അങ്ങനെ പറയാറുണ്ട്. എത്രയോ മഹത്തുക്കൾ നമുക്ക് അടുത്തറിയുന്നതാ. മഹാനായ ശംസുൽ ഉലമയ്ക്ക് അബൂബക്കർ മുസ്ലിയാർ, അള്ളാഹുയുടെ ഖബറിടം സ്വർഗ്ഗത്തൊപ്പാക്കി കൊടുക്കുമാറാകട്ടെ. വഫാത്താകുന്നതിന്റെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ആൾക്കാരോട് പറഞ്ഞു, നിങ്ങൾക്ക് പുറത്തു പോകിൻ, ഇവിടെ വേറെ ചില ആളുകൾ വരുന്നുണ്ട്, അവർ സ്ഥലമല്ല, പുറത്തു പോകിൻ. ഇവിടെയുള്ള ആളുകളോടൊക്കെ എന്നെ പഠിപ്പിച്ച ഉസ്താദ് അവിടെ ഉണ്ട്. ആ സമയത്ത് ഞങ്ങളോട് ഉസ്താദ് നേരിട്ട് പറഞ്ഞ വിഷയം പിറ്റേന്ന് രാവിലെ ദർസിലേക്ക് ക്ലാസ്സിലേക്ക് വന്നപ്പോൾ ദാറുദേ പഠിക്കുമ്പോൾ ശംസുൽ അങ്ങനെ പറഞ്ഞു, പുറത്തു പോകിൻ, ഇവിടെ വേറെ ചില ആളുകൾ വരുന്നുണ്ട്, സ്ഥലം ഒഴിഞ്ഞൊടുക്കിൻ. അപ്പൊ ആരാ വരുന്നത്? എല്ലാവരും മാറിയെന്ന് ഇവിടെ ആരും വന്നിട്ടില്ല. ഇനി വരാനുള്ളവർ ആരാണ്? അള്ളാഹുവിന്റെ മലക്കുകളായിരിക്കണം. നമുക്കറിയില്ല, മലക്കുകളായിരിക്കണം. അത് കഴിഞ്ഞ് ആ വാങ്കുവിളിയും കേട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി അന്തസ്സിൽ വഫാത്തായ മഹാനായ ശംസുൽ ഉലമ നവ്വറല്ലാഹു മർഖദ, സമസ്ത ജമിഅത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറിയായി സേവനം ചെയ്ത മഹാൻ. ഇസ്തിഖാമത്ത്, ഒരു മനുഷ്യൻ നേർവഴിയിലാണെന്ന് അറിയാനുള്ള വഴി മരണം ശരിയായിട്ടുണ്ടോ എന്ന് നോക്കലാണ്. എന്നാലും നമുക്കൊന്നും സംവാദങ്ങൾ നോക്കിയിട്ടൊന്നും ഹക്ക് മനസ്സിലാക്കാൻ പറ്റൂല. സംവാദം കേട്ടിട്ടോ പറഞ്ഞിന് മറുപടിക്ക് മറുപടി, ക്ലിപ്പിന് ക്ലിപ്പോ, അതിന്റെ അപ്പുറത്തെ ക്ലിപ്പ്, ഇത് കേട്ടിട്ടോ നമുക്ക് ഹക്കുമാത്തിൽ മനസ്സിലാവില്ല. ഒരു മനുഷ്യന്റെ മരണം എങ്ങനെ സംഭവിച്ചു, മരിക്കുമ്പോ എങ്ങനെയായിരുന്നു, അത് നല്ല നിലക്ക് മരിച്ചോ, ആ മനുഷ്യൻ കടന്നു വന്ന വഴി ശരിയാണെന്ന് അവിടെ ബോധ്യപ്പെട്ടു. അങ്ങനെ നമുക്ക് പറ്റുള്ളൂ. സാധാരണക്കാർ വേറെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ പറയില്ലേ, അതും പണ്ഡിതന് ഇതും പണ്ഡിതന്, ഇവർ പറയുന്നത് ഖുർആൻ, ഇത് പറയുന്നത് ഹദീസ്, നമ്മളിപ്പോ ഏതാ ചിന്തികരിക്കാൻ? ആ മനുഷ്യനെ നോക്ക്, ആളെ നോക്ക്, ഇവർ ജീവിച്ച വഴി ഏതാണ്.